ത്തിൽ വീണ്ടും കൂട്ട വധശിക്ഷ. മുസ്ലിം ബ്രദർഹുഡ് അധ്യക്ഷൻ മുഹമ്മദ് ബദി ഉൾപ്പെടെ 683 ബ്രദർഹുഡ് പ്രവർത്തകരെ ഈജിപ്തിലെ കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെന്ന കേസിലാണ് വിധി. ഈജിപ്തിലെ മിനിയ പ്രവിശ്യയിലെ കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ആഗസ്റ്റ് 16-ന് മിനിയയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് 683 മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തകർക്ക് വധശിക്ഷ വിധിച്ചത്. മുസ്ലിം ബ്രദർഹുഡ് നേതാവ് മുഹമ്മദ് ബദീഇനും കോടതി വധശിക്ഷ വിധിച്ചു. പ്രവർത്തകരെ കലാപത്തിന് പ്രേരിപ്പിച്ചെന്നാണ് 70-കാരനായ ബദീഇനെതിരായ കുറ്റം. ഇതേ കേസിൽ നേരത്തെ 529 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇതിൽ 492 പേരുടെ ശിക്ഷ കോടതി ജീവപര്യന്തമാക്കി ചുരുക്കി. വെറും 2 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കോടതി അന്ന് ശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ ജൂലൈയിൽ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ പട്ടാളം അട്ടിമറിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുസ്ലിം ബ്രദർഹുഡിന്റെയും രാഷ്ട്രീയ വിഭാഗമായ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെയും ആയിരക്കണക്കിന് പ്രവർത്തകർ ജയിലിലാണ്. സൈനിക നടപടിയിൽ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. മെയ് 26-27 തീയതികളിൽ ഈജിപ്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അട്ടിമറിക്ക് നേതൃത്വം നൽകിയ സൈനിക മേധാവി അബ്ദുൽ ഫത്തഹ് അൽ സിസിയും നാഷണൽ സാൽവേഷൻ ഫ്രണ്ട് നേതാവ് ഹംദീൻ സ്വബാഹിയുമാണ് സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് ബ്രദർഹുഡ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഉപരിപഠന രംഗത്തും തൊഴിൽ മേഖലയിലും പ്രവാസി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകി റിയാദിൽ സംഘടിപ്പിച്ച കരിയർ എക്സ്പോ ശ്രദ്ധേയമായി. സിജി റിയാദ് ചാപ്റ്റർ സിറ്റി ഫ്ലവർ സിനർജിയുമായി സഹകരിച്ചാണ് കരിയർ എക്സ്പോ സംഘടിപ്പിച്ചത്. വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന 9 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് കരിയർ മേളയിൽ പങ്കെടുത്തത്. 4 സെഷനുകളിലായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സഹായകരമാവുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരിയർ ലാബ് സെഷനിൽ വിവിധ പഠന വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. വിദഗ്ധരുമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംവദിക്കാനായി കരിയർ ക്ലിനിക്കും ഒരുക്കിയിരുന്നു. കരിയർ സംബന്ധമായ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ പ്രദർശനം നിരവധി പേരെ ആകർഷിച്ചു. വിവിധ കോഴ്സുകളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പ്രദർശനം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രചോദനം ചെയ്തു. ഞങ്ങളെ പോലത്തുള്ള സ്റ്റുഡൻസ് അവർക്ക് ഈ പ്രോഗ്രാം ഒരുപാട് പ്രയോജനപ്പെടുത്തി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ട്രീം ഉണ്ട് ഇവിടെ, നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഏത് സ്ട്രീം വേണമെന്ന് എനിക്കിപ്പം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഈ ക്ലാസ് കാരണം. റിയാദിലെ ദുർറാസ്ത്രാഹയിൽ ഒരുക്കിയ എക്സ്പോയിൽ 500-ലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. സിജി റിയാദ് ചാപ്റ്റർ ചെയർമാൻ ഡോക്ടർ സലീം കുന്നോല, വൈസ് ചെയർമാൻ റഷീദ് അലി, സിറ്റി ഫ്ലവർ സിഇഒ ഫസൽ റഹ്മാൻ തുടങ്ങിയവർ എക്സ്പോക്ക് നേതൃത്വം നൽകി. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക ജിദ്ദ ലേഖകനും ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ജനറൽ സെക്രട്ടറിയും KMCC നേതാവുമായ CK ഷാക്കിറിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. വാർത്ത നൽകിയതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റമുണ്ടായതിൽ ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം പ്രതിഷേധിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവും അക്രമരീതിയും ഒരു നിലയ്ക്കും വകവെച്ചു കൊടുക്കില്ലെന്ന് പ്രസിഡന്റ് സുൽഫിക്കർ ഒതായി പറഞ്ഞു. ഇത്തരം നീചകൃത്യം ചെയ്യുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KMCC, OICC, നവോദയ, പ്രവാസി സാംസ്കാരിക വേദി തുടങ്ങിയ സംഘടനകളും അക്രമത്തിൽ പ്രതിഷേധിച്ചു. തലയ്ക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഷാർജയിലെ അൽ കാസ്മി ആശുപത്രിയിൽ ഡിസ്ചാർജ് കാത്ത് കഴിയുകയാണ് കൊല്ലം കൊട്ടാരക്കര നെല്ലിക്കുന്ന് സ്വദേശി തോമസ്. ആശുപത്രിയിലെ ബില്ലടച്ച് നാട്ടിൽ പോവണമെങ്കിൽ നല്ലൊരു സംഖ്യ വേണം. 26 വർഷമായി പ്രവാസ ലോകത്ത് കഴിയുന്ന തോമസിന് നാട്ടിൽ സമ്പാദ്യമൊന്നുമില്ല. ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഈ 57-കാരൻ. ശുചീകരണ മേഖലയിൽ ചെറിയ ശമ്പളത്തിനായിരുന്നു ഇതുവരെ ജോലി ചെയ്തിരുന്നത്. നാട്ടിലെത്തുന്നതിനായി സഹായ മനസ്കരുടെ കനിവും കാത്ത് കഴിയുകയാണ് ഇദ്ദേഹം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർ ഹബ്ബായ ദോഹ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തനം ആരംഭിക്കാനൊരുങ്ങി. ഏപ്രിൽ 30-ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള 10 ബജറ്റ് എയർലൈനുകളാണ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുക. 29 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന വിമാനത്താവള സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കായി 16 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇതിനകം ചെലവഴിച്ചത്. 2015ഓടുകൂടി 3-ാം ഘട്ടവും പൂർത്തിയാകുന്നതോടെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകോത്തര നിലവാരത്തിലെത്തും. ദുബൈയിൽ വാഹനാപകടത്തിൽ ബോധം നഷ്ടപ്പെട്ട മലയാളിക്ക് അനുകൂലമായി കോടതി വിധി. പിതാവിന് വേണ്ടി മകൻ രക്ഷകർത്താവായ കേസിൽ 11 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാനാണ് വിധി. മലപ്പുറം പൊന്നാനി താമലശ്ശേരിയിൽ മഠത്തിൽ പറമ്പൻ വീട്ടിൽ മുഹമ്മദിന് 2012-ൽ അപകടമുണ്ടായത്. തുടർന്ന് നഷ്ടപരിഹാരത്തിനായി ബന്ധുക്കൾ നിയമപരമായി ശ്രമങ്ങൾ തുടങ്ങി. അതോടെ മകനെ പിതാവിന്റെ രക്ഷകർത്താവായി നിയമിച്ചു കിട്ടാൻ കോടതിയിൽ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പ്രത്യേകം കേസ് ഫയൽ ചെയ്തു. അപ്പീൽ കോടതി വിധിയിലൂടെ 11 ലക്ഷം ദിർഹവും ഇതിന്റെ 5% പലിശയുമടക്കം 1.9 കോടിയോളം രൂപ ലഭിക്കുമെന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി പറഞ്ഞു.
പുറത്ത് ചൂട് കനക്കുമ്പോഴും ഷാർജയിലെ റൗണ്ട് ബോട്ടുകളിൽ ഇപ്പോൾ വസന്തകാലം. കൊടുംവേനലിനെ തോൽപ്പിച്ച് നിരവധി ചെടികളാണ് ഇവിടെ പൂത്തുനിൽക്കുന്നത്. ഇതിന് പുറമെ ബദാമരങ്ങളും ഇവയ്ക്കിടയിലുണ്ട്. തിരക്കൊഴിയാത്ത റോഡുകളായ അൽ വഖ്ദ, അൽ ഖാൻ, ഷാർജ, ദയ്ദ് എന്നിവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ പൂച്ചൂടി നിൽക്കുന്ന ചത്വരങ്ങൾ കാണാം. ബഹ്റൈനിലെ ആരോഗ്യ ഭക്ഷ്യ പ്രദർശന മേളയിൽ ഭക്ഷ്യോൽപ്പന്ന വിപണിയിലെ നിരവധി ഉൽപ്പന്നങ്ങളും സംരംഭകരും സന്ദർശകരെ ആകർഷിച്ചു. ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ നാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് മേള സംഘടിപ്പിച്ചത്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പരിചയമുള്ള സംരംഭകരാണ് ബഹ്റൈനിൽ ഈയടുത്തു നടന്ന ആരോഗ്യ ഭക്ഷ്യമേളയിൽ അണിനിരുന്നത്. ആരോഗ്യ പ്രദർശനമേളയോടനുബന്ധിച്ചൊരുക്കിയ വേറിട്ട ഭക്ഷ്യവിഭവങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും സ്റ്റാളുകൾ നിരവധി പേരെ ആകർഷിച്ചു. മൈ ബേക്കറി, ഖാലിദ് അൽ മുഅയ്യിദ് ആൻഡ് സൺസ്, ഡീലക്സ് ഡേറ്റ്സ് തുടങ്ങിയ സംരംഭങ്ങളുടെയും മുഹമ്മദ് ജലാൽ കാറ്ററിംഗ് തുടങ്ങിയ പ്രമുഖ ഭക്ഷ്യവിഭവ വിതരണ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ മേളയിലുണ്ടായിരുന്നു. മധുരപാനീയങ്ങളുടെയും ഈത്തപ്പഴത്തിൻ്റെയും വിപണിയിലെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളും മേളയിലെ ആകർഷണമായി. ആരോഗ്യ വാണിജ്യ മന്ത്രാലയങ്ങളും ചേംബർ ഓഫ് കൊമേഴ്സുമായി ചേർന്ന് ബഹ്റൈൻ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ അതോറിറ്റിയാണ് 2 ദിവസം നീണ്ട മേള സംഘടിപ്പിച്ചത്. മീഡിയ 1 ബഹ്റൈൻ. ബഹ്റൈനിൽ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധക്കുറവ് പലപ്പോഴും തൊഴിലാളികളെ പ്രശ്നക്കുരുക്കിൽപ്പെടുത്താറുണ്ട്. തൊഴിലാളികൾക്കിടയിൽ നിയമാവബോധം വർദ്ധിപ്പിക്കാനായി പ്രസിദ്ധീകരിച്ച കൈപ്പുസ്തകത്തിന്റെ പ്രകാശനം കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നടന്നു. 3 ലക്ഷത്തോളം പ്രവാസികളുള്ള ബഹ്റൈനിൽ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം ലക്ഷ്യമിട്ടാണ് തൊഴിലാളിയുടെ കൈപ്പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഗൾഫ് മാധ്യമം ദിനപത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും പ്രസിദ്ധീകരിക്കുന്ന അഡ്വക്കേറ്റ് VK തോമസിന്റെ ഹെൽപ്പ് ഡെസ്ക് എന്ന പങ്ക്തിയാണ് ഇപ്പോൾ പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങിയത്. ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ അംബാസഡർ ഡോക്ടർ K മോഹൻകുമാർ കിംസ് ബഹ്റൈൻ മെഡിക്കൽ സെന്റർ ചെയർമാൻ അഹമ്മദ് ജവാഹരിക്ക് ആദ്യ കോപ്പി നൽകി കൈപ്പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് ICRF ചെയർമാൻ ഭഗവാൻ അസർപോട്ട, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ CEO സുസിംദാസിനും എംബസി ഫസ്റ്റ് സെക്രട്ടറി രാം സിംഗ്, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വിനീത് കുമാറിനും കോപ്പികൾ കൈമാറി. ഒരു വിദേശ തൊഴിലാളി അറിഞ്ഞിരിക്കേണ്ട തൊഴിൽ നിയമങ്ങളെല്ലാം പുസ്തകത്തിൽ ലളിതമായി അവതരിപ്പിച്ചിട്ടുണ്ട്. LMRA, സോഷ്യൽ ഇൻഷുറൻസ്, എമിഗ്രേഷൻ ഡയറക്ടറേറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പൊതുവായ നിയമങ്ങളും മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രസിദ്ധീകൃതമായ പുസ്തകത്തിലുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയിലും മാധ്യമ ന്യൂസ് പേപ്പറിൽ ഒരു കോളം എഴുതുന്നുണ്ട് ഇവിടുത്തെ നിയമപരമായ കാര്യങ്ങളെപ്പറ്റി. അതിന് കിട്ടുന്ന റെസ്പോൺസും എന്നെ ഇതൊരു ബുക്കായിട്ട് ക്രോഡീകരിച്ച് പുറത്താക്കാൻ എനിക്കൊരു പ്രചോദനം തന്നു. ഒരു തൊഴിലാളിക്ക് ഇവിടെ തൊഴിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം വിവരങ്ങൾ അറിഞ്ഞിരിക്കണോ അതെല്ലാം അതിനകത്ത് അടക്കിയിട്ടുണ്ട്. ഗൾഫ് മാധ്യമത്തിൻ്റെ ഒരു ദിവസത്തെ സർക്കുലേഷൻ്റെ കൂടി എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യും. പിന്നെ നമ്മളിവിടുത്തെ എംബസി അസോസിയേഷൻ ക്ലബ്ബ് അവർ വഴിയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബഹ്റൈനിലെ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രകാശന ചടങ്ങിന് സാക്ഷികളാകാനെത്തിയിരുന്നു. തൊഴിലാളികൾക്ക് വേണ്ടി കൈപ്പുസ്തകം പുറത്തിറക്കിയത് സന്ദർഭോചിതമാണെന്ന് പ്രകാശന കർമ്മം നിർവഹിച്ച അംബാസഡർ പറഞ്ഞു. ഗ്രന്ഥകർത്താവ് അഡ്വക്കേറ്റ് VK തോമസ് പുസ്തകത്തെക്കുറിച്ച് വിശദീകരിച്ചു. അടുത്ത ഘട്ടമായി പുസ്തകത്തിന്റെ ഹിന്ദി പതിപ്പ് പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം മുൻ പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള സ്വാഗതവും ബഹ്റൈനി അഭിഭാഷക അഡ്വക്കേറ്റ് വഫ അൽ അൻസാരി നന്ദിയും പറഞ്ഞു. സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. തലച്ചോറിലുണ്ടായ അണുബാധയെ തുടർന്ന് 4 മാസം പ്രായമായ മലയാളി കുഞ്ഞ് സൗദിയിൽ മരണപ്പെട്ടു. കൊട്ടാരക്കര രണ്ടാലുംമൂട് സ്വദേശികളായ ജിമ്മി മെർലിൻ ദമ്പതികളുടെ കുഞ്ഞ് ജെഫ്രിയാണ് മരിച്ചത്. ജുബൈൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. രാജ്യത്ത് വർഗീയ ലഹളകൾ വൻതോതിൽ വർദ്ധിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുൻപുള്ള വർഷമായ 2013 ഏറ്റവും കൂടുതൽ കലാപം വർദ്ധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ പെരുകുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം അവിടെ വർഗീയ സംഘർഷങ്ങൾ തുടർക്കഥയായി. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കലാപങ്ങൾ നിലച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടന്ന ഉത്തർപ്രദേശിൽ 2013 മാത്രം 247 വർഗീയ കലാപങ്ങളാണ് നടന്നത്. 2012 118 കലാപങ്ങൾ ഈ സംസ്ഥാനത്ത് നടന്നു. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കലാപങ്ങൾ കൂടുതൽ നടന്നതെന്ന് റിപ്പോർട്ടിൽ അടിവരയിടുന്നു. രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം മന്ത്രാലയം ഉന്നയിക്കുന്നു. കേരളത്തിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയും അതിന്റെ പേരിലുണ്ടായ അസ്വസ്ഥതകളും കണക്കിലെടുത്ത് 2013 41 2012 56 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വർഗീയ വികാരം ആളിക്കത്തിക്കുന്ന ആളുകളെ തിരിച്ചറിയാനും അവരുടെ പട്ടിക തയ്യാറാക്കാനും സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. മീഡിയ 1 ഡൽഹി. ഈ വിഷയം ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുന്നു. ഷാജി സെബാസ്റ്റ്യൻ, ഇടത് സാമൂഹിക പ്രവർത്തകൻ, ഒപ്പം മാധ്യമം ഗൾഫ് ബ്യൂറോ ചീഫ് ഇനാമുർ റഹ്മാൻ എന്നിവരെ സ്കൈപ്പിലൂടെ തത്സമയം ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. TR രമേശ്, ഫ്രണ്ട്സ് ഓഫ് BJP പ്രതിനിധി, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാം. ആദ്യം ശ്രീ ഷാജി സെബാസ്റ്റ്യൻ, 57 സംഘർഷങ്ങളിൽ 5 പേർ കൊല്ലപ്പെട്ട 2012 കണക്കുകളിൽ നിന്ന് 2013 എത്തിയപ്പോൾ 63 വർഗീയ സംഘർഷങ്ങളിൽ നിന്ന് 7 പേർ കൊല്ലപ്പെട്ടു. ഗ്രാജ്വലായിട്ടുള്ള ഒരു ഗ്രോത്ത് ഇത്തരം വർഗീയ സംഘർഷങ്ങളിൽ കാണാൻ കഴിയുന്നു ഈ റിപ്പോർട്ട് പ്രകാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിലാണ് ഇത്തരം കലാപങ്ങളുടെ സംഘർഷങ്ങളുടെ എണ്ണം കൂടിയത് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആരാണ് ഇവിടെ വേട്ടക്കാരൻ? എന്താണ് അവരുടെ ഉന്നം? നിങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന വിഷയം വളരെയേറെ ഗൗരവമുള്ളത് തന്നെയാണ്. തീർച്ചയായും അതിനോട് പ്രതികരിക്കുന്നതിൽ എനിക്ക് സന്തോഷം തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യം സത്യത്തിൽ മുതലാളിത്തം സൃഷ്ടിച്ചു വെച്ച ഒരു മിഥ്യാധാരണ മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് സമീപകാല സംഭവവാസങ്ങൾ. ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണം, ഇന്ത്യയുടെ മുഴുവൻ ഭരണ നേതൃത്വവും കൈയാളുന്നത് ഇന്ത്യയിലെ കുത്തക മുതലാളിമാരും ആഗോള കുത്തക മുതലാളികളും തന്നെയാണെന്നുള്ളത് നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തെളിവുകൾ, സംഭവവികാസങ്ങളാണ് സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഈ മുതലാളിത്തത്തിന്റെ പ്രതിനിധികളായി കേന്ദ്രം ഭരിച്ചിരുന്ന ഭരണകൂടങ്ങൾ, കോൺഗ്രസ് ഭരണകൂടം തികഞ്ഞ അഴിമതിയുടെ കയത്തിൽ വീണ ഘട്ടത്തിൽ ഈ തൊട്ടടുത്ത് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ അവർ തീർച്ചയായും കരകയറില്ല എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതേ മുതലാളിത്തം തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അടുത്ത ഒരു പ്രതിനിധിയായി അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റൊരു ഭരണവർഗം, വലതുപക്ഷ ഭരണവർഗമായ BJP തന്നെയാണ്. ഈ BJPയെ ഭരണത്തിലേക്ക് കടത്താൻ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യയിൽ നിലനിൽക്കുന്ന മത സാമുദായിക സൗഹാർദ്ദം തകർത്തുകൊണ്ടുള്ള ഒരു സ്പേസ് സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ഈ ഭരണ നേതൃത്വത്തിന് BJP പോലുള്ള ഒരു വർഗീയ അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ഭരണ നേതൃത്വത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത്തരമൊരു കോൺഗ്രസ് അല്ലെങ്കിൽ BJP ഇത്തരത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരണ നേതൃത്വത്തിൽ വന്നാൽ മാത്രമേ തങ്ങളുടെ അജണ്ടകൾ അല്ലെങ്കിൽ തങ്ങളുടെ നയങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മുതലാളിത്തം അത്തരമൊരു പരിസരം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇലക്ഷന് തൊട്ടു മുൻപായി ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ സംഭവിക്കുന്നതിനുള്ള സംഭവവികാസങ്ങൾ സൃഷ്ടിച്ചുവിടുന്നത്. റൈറ്റ്. ശ്രീ ഇനാമുർ റഹ്മാൻ, ആഭ്യന്തര വകുപ്പിന്റെ ഈ റിപ്പോർട്ട് എത്രത്തോളം ഗൗരവതരമായതാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ ഷാജി സെബാസ്റ്റ്യൻ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം വർഗീയ സംഘർഷങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുന്ന കാര്യത്തിൽ രാജ്യത്തെ 2 മുന്നണികൾക്കും പങ്കാളിത്തമുണ്ട് എന്ന് താങ്കൾ